അതായത് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. മെന്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോയ കുറേ ഡയമണ്ട് കപ്പിൾസിലെ ആൻമേരി അതുപോലെ തന്നെ അഖിൽ എന്ന് പറയുന്ന അവരുടെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ സഹോദരൻ എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ ഇവരും എൻ്റെ നാട്ടുകാരാണ്, പാലക്കാടാണ്. അപ്പം മുണ്ടൂർ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയുടെ നാടാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇങ്ങനൊരു കാട്ടാനയുടെ ആക്രമണത്തിൽ അങ്ങനൊരു മരണം സംഭവിച്ചു. അത് ഞാൻ ഇങ്ങനെ ഈ ഒരു മരണം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബ് തുറന്ന് നോക്കിയ സമയത്താണ് ആൻമേരിയുടെ ഡയമണ്ട് കപ്പിൾ, ഞാൻ ഇവരുടെ പല വീഡിയോസുകളും കാണുന്നതാണ്, ഒട്ടുമിക്ക വീഡിയോസുകളും കാണുന്നതാണ്. ഇവർ എന്താ പറയുക, വിവേചനത്തിൻ്റെ പേരിൽ ഒരുപാട് സ്ട്രഗിൾ നേരിടേണ്ടി വന്നൊരു പെൺകുട്ടിയാണ് ആൻമേരി എന്ന് പറയുന്നത്. ആൻമേരി അഖിൽ ഇവർ ഇൻ്റർകാസ്റ്റ് മാരേജാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് അതുമല്ല കാണാൻ ഭംഗിയില്ല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്ന ആളാണ് ആൻമേരി എന്ന് പറയുന്നത്. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതമായിരുന്നു. രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു, എല്ലാം അവർ വീഡിയോയിലൂടെ എല്ലാം നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു വിയോഗം, ഈ അനിയൻ്റെ ഒരു വിയോഗം അത് കേട്ടപ്പോൾ എൻ്റെ ഉമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നമ്മുടെ ഇവിടെ അങ്ങനെ മുണ്ടൂർ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അറിയില്ലായിരുന്നു ആരാണ് എന്താണെന്നൊന്നും അപ്പോൾ അറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കൊക്കെ നോക്കിയ സമയത്താണ് ആൻമേരിയുടെ സഹോദരനാണെന്ന് അറിഞ്ഞത്. ആരാണെങ്കിലും നമുക്ക് സങ്കടം തന്നെയാണ്, ഇങ്ങനെയൊരു മരണം കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു സങ്കടം തന്നെയാണ്. എന്താ പറയുക, എൻ്റെ അടുത്ത് എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെങ്ങളെ കണ്ടിട്ട് പോകുന്ന സമയത്ത് എന്തോ രാത്രി 8 മണിക്കാണ് ഇത് സംഭവിച്ചെന്ന് ഒക്കെയാണ് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എത്രമാത്രം ഇതാണെന്നുള്ളത് അറിയില്ല, കൂടുതൽ ഞാൻ അറിഞ്ഞിട്ട്. ഞാനിപ്പോൾ പത്തനംതിട്ടയിലാണ്, പാലക്കാടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വിവരങ്ങൾ അറിഞ്ഞേനെ. അപ്പോൾ ഇത് കേട്ട ഉടനെ ഒരുപാട് സങ്കടം തോന്നി. എന്താ പറയുക, ഇങ്ങനെയെന്ന് ഇന്ന ആളാണ് എന്താണെന്നൊന്നും അറിഞ്ഞില്ല. 23 വയസ്സുള്ളൊരു ചെറുക്കനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഇത്ര ചെറുപ്രായം. ഇതിനു മുമ്പും ഇതുപോലെ പാലക്കാട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. ഞങ്ങളിതുപോലെ എന്തോ വെക്കേഷൻ്റെ ടൈമിൽ തന്നെയാണ് തോന്നുന്നു അത് അങ്ങനെ ഇത് ഉണ്ടായിരുന്നത് ഇതേപോലെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എല്ലാം എല്ലാം ഇതാക്കി അവർ ജീവിച്ച് വരുമായിരുന്നു എല്ലാവരുടെ മുമ്പിലും. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇവരെയാണ് ആൻമേരിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ നിറത്തിലോ സൗന്ദര്യത്തിലോ ഒന്നുമല്ല, നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവം അതുപോലെ മനസ്സ് ഇതൊക്കെ നന്നായിട്ടില്ലെങ്കിൽ എന്ത് നിറവുണ്ടായിട്ടും എന്ത് ഇതുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഇത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. എന്തായാലും ആൻമേരി പറയുന്ന കുറച്ച് വാക്കുകളൊന്നും നമുക്കൊന്ന് കണ്ടിട്ട് വരും. ഇവർ അധികം ആക്റ്റീവ് അല്ലേ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറേ നാളായിട്ട് സ്ഥിരമായിട്ട് ഇവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരുന്നു. ഇപ്പോൾ എന്തോ കുറേ നാളുകൾ കൊണ്ട് ഇവർ യൂട്യൂബിലൊന്നും ആക്റ്റീവ് അല്ല, അത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ആൻമേരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഇതൊക്കെ കാരണമാണ്. നമ്മൾ അങ്ങനെ തുടങ്ങിയ ലൈഫ് 4 പേര് അറിഞ്ഞ് അങ്ങനെ ഇങ്ങനെ നിങ്ങളെപ്പോലുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തി. അപ്പോൾ നമ്മളെ വീഡിയോ കാണാത്ത അവരും വിചാരിക്കേണ്ടാവും എന്തുകൊണ്ട് ഇവരിപ്പോ ഒന്നും വീഡിയോ ഇടുന്നില്ല. നമുക്കും അത് ആ ഒരു ഇത് കായണം എന്നൊന്നും ആഗ്രഹമില്ല. നമുക്കും ഇനിയും നിറയെ വീഡിയോസ് ചെയ്യണം, ഒന്നും കൂടെ വീണ്ടും വീഡിയോസ് ഒക്കെ ചെയ്ത് അത്യാവശ്യം വീണ്ടും റീച്ച് ആവണം. ഞങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ നമുക്ക് ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും. എപ്പോഴും ഒരാൾക്ക് ഹാപ്പിനെസ് മാത്രമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അല്ലല്ലോ. നമ്മുടെ എല്ലാം നിറഞ്ഞതാണ് ലൈഫിൽ. എപ്പോഴും സന്തോഷം മാത്രം ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളായിരിക്കില്ല. അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഫുള്ള് ഹോസ്പിറ്റൽ കേസാണ്. അതായത് എപ്പോഴും ആശുപത്രി ഇറങ്ങാൻ സമയമില്ലാത്ത കുറച്ച് നാളുകളാണ്. അതായത് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. മെന്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോയ കുറേ സമയങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് അതായിരുന്നു വലുത്. നമ്മുടെ ഹെൽത്ത് നോക്കണം, നമ്മുടെ മക്കള് അവരുടെ കാര്യങ്ങൾ നോക്കണം, അതൊക്കെയായിരുന്നു വലുത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാത്തതിന്റെ മെയിൻ ഒരു റീസൺ നമ്മുടെ ഹോസ്പിറ്റൽ. അപ്പൊ ഇതാണ് ആൻമേരി അവസാനമായിട്ട് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നത്. മാനസികമായിട്ട് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസുകളും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിലുള്ളതാണ്
അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിൽ അനിയൻ്റെ വേർപാട് എങ്ങനെ താങ്ങുന്നു എന്ന് പോലും അറിയില്ല, അത്രയും വേദനാജനകമാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സഹോദരനും എന്താണ് ഇവർ ആങ്ങളും പെങ്ങളും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്. പൊതുവേ നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അവർ തമ്മിലും ചർച്ചകളോ കാര്യങ്ങളോ ഒന്നുമില്ല, അവർ സന്തോഷത്തോടു കൂടിയുള്ളൊരു ഇത് തന്നെയാണ് അവരുടെ ഇതിൽ. അപ്പോൾ ഈ ഒരു അനിയൻ്റെ വിയോഗം എങ്ങനെ താങ്ങും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. എന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഈ ആന്മാർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അവളുടെ പഴയ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അവൾ എത്രമാത്രം കഷ്ടതയിലൂടെ, എത്രമാത്രം ചെറുപ്പം മുതലേ ഈ നിറത്തിൻ്റെ പേരിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയണത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് എവിടെയെങ്കിലും പോയി നടക്കും പല്ലുന്തിയതാണ്, അതുപോലെ കളറില്ല, നിന്നെയൊക്കെ ആര് വന്ന് കെട്ടാനാണ്, എന്താണ് നിന്നെ ഒരു കോന്തനെ വന്ന് കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഒരു പെൺകുട്ടി എന്താണോ കേൾക്കാൻ പാടില്ലാത്തത് അത്രയധികം കേട്ട് എന്താണ് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നൊരു പെൺകുട്ടിയാണ്. അതിനുശേഷമാണ് ഈ അഖിൽ എന്ന് പറയുന്ന എന്താണ് ഇവളെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. ഇവർ പ്രണയിച്ചാണ് വിവാഹം കഴിക്കുന്നത്. ആദ്യമൊന്നും ഇവള് സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ വീട്ടുകാർക്കൊന്നും എൻ്റെ രൂപം കണ്ടിട്ട് വീട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞവർ എന്താണ് അവൾ വേണ്ട വെച്ചതാണ്. പിന്നെയും ഇവന് ഇവളെ തന്നെ മതി എന്നുള്ള രീതിയിൽ ഇവർ കല്യാണം കഴിക്കുമായിരുന്നു. ഇപ്പം എന്തായാലും 2 കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. നല്ല പൊന്നും കുടം പോലെ തന്നെ 2 കുട്ടികൾ. നിനക്ക് ജനിക്കാൻ പോകുന്ന മക്കളടക്കം നിന്നെപ്പോലെ ആയിക്കഴിഞ്ഞാൽ പെട്ടു എന്നുള്ള രീതിയിലടക്കം അവൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് സങ്കടത്തിലൂടെ തന്നെയാണ് പുള്ളിക്കാരി ഈ ഒരു ഇതിലെത്തിയത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് തന്നെയാണ് ഈ പുള്ളിക്കാരി ഇവിടെ ഇതുവരെ എത്തിയത്. അപ്പോൾ ഈ ഒരു വിയോഗം കൂടി എങ്ങനെ താങ്ങും, ആ അമ്മയുടെ കരച്ചിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും അവർക്ക് ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്താണ് എൻ്റെ നാട്ടിലാണ്, അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ ഈ ഡയമണ്ട് ആർക്കാണെങ്കിലും ഇങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ. പക്ഷേ ഇവളുടെ ഒരു സഹോദരനാണെന്ന് കൂടി നമ്മളെപ്പോഴും ഇവരെയൊന്നും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വീഡിയോസിലൂടെ ആണെങ്കിലും എല്ലാം നമുക്ക് അറിയുന്നതാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയാണ് എന്താണ് ഈ ഡയമണ്ട് കപ്പിൾസിനെ ഇവരിനെ അറിയോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ ലിങ്കൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ പഠിച്ച അവനാണ് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ എന്താണ് സഹോദരനാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്തും ഞങ്ങൾ ഈ വീഡിയോ അന്ന് തുടങ്ങി ഞാൻ ആ വീഡിയോ കാണാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. എന്തായാലും ആ ന്യൂസിൽ കുറച്ച് ഭാഗങ്ങളൊന്നും നമുക്കൊന്ന് കണ്ടു നോക്കൂ. 7:30ക്കും 8:00നും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത്. സഹോദരിയുടെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു അലനും അമ്മ വിജിയും. വരുന്നതിനിടെ അടുത്തുള്ള കടയിൽ കയറി വീട്ടിലേക്ക് ആവശ്യമായ പാൽ ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങളും വാങ്ങി. ഈ സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, വൈദ്യുതി ബന്ധം ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർത്തും ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടാന മുന്നിൽപ്പെട്ടത് ഇവർ 2 പേരും കാണുകയും ഉണ്ടായില്ല. ആദ്യം കാട്ടാന ആക്രമിക്കാൻ അടുത്തത് അമ്മ വിജയാണ്. അപ്പോൾ അമ്മയെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് ഈ അലന്റെ നേരെ ആക്രമണം ഉണ്ടായത്. ഈ കൊമ്പുകൊണ്ട് അലന്റെ ഇടത് നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നെഞ്ചിനേറ്റ പരിക്കാണ് അപകട കാരണമായത്. അമിത രക്തസ്രാവം ഉണ്ടായി. അമ്മ കയ്യിലുള്ള ഫോൺ വെച്ച് സഹോദരി, അതായത് മകളെ വിളിക്കുന്നു. മകൾ തൊട്ടടുത്തുള്ള വീട്ടുകാരെ വിളിക്കുന്നു. അവരാദ്യം വിചാരിച്ചത് വീട്ടിനകത്താണ് ആക്രമണം ഉണ്ടായതെന്നാണ്. അവിടേക്ക് പോയി നോക്കുന്നു, അവിടെ കണ്ടില്ല. പിന്നീട് ആളുകളേറെ പേടിച്ച് കുറെ സമയമെടുത്താണ് ഇവിടേക്ക് വന്ന് നോക്കുന്നത്. അപ്പോഴാണ് അമ്മയെയും മകനെയും കാണുന്നത്. അലൻ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിലെത്തുമ്പോഴേക്കും അലന്റെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി 3 കാട്ടാനകളാണ് ഈ പ്രദേശത്ത് ചുറ്റിപ്പറ്റി നിന്നിരുന്നത്. പലപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരൊക്കെ വരും, പടക്കം പൊട്ടിക്കും, ബഹളം ഉണ്ടാക്കും, കയറ്റി വിടും. പക്ഷെ അപ്പോഴും ഉൾക്കാട്ടിലേക്ക് ആന പോയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയും ഈ പ്രദേശത്ത് കാട്ടാന ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായൊരു മുന്നറിയിപ്പ് പ്രദേശവാസികൾക്ക് നൽകിയില്ല. അങ്ങനെ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല. കാരണം അലന്റെ വീടിന്റെ വെറും 50 മീറ്റർ നടന്നാൽ അവർ വീടെത്തുമായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മരണം സംഭവിച്ച അമ്മയെ രക്ഷിക്കുന്ന ഇടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അല്ലാതെ ആർക്കാണെങ്കിലും അമ്മാനെ ഇങ്ങനെ വന്ന് കുത്താൻ വരുന്ന സമയത്ത് രക്ഷിക്കുമല്ലോ, ആ ഒരു സമയത്താണ് എന്താണ് ആന വന്ന് എന്താണ് കുത്തുന്നത്, നെഞ്ചിലോട്ട് കുത്തുന്നത്, വാരിയെല്ലാം അതായി ഹൃദയത്തിലോട്ടാണ് പറ്റിയിരിക്കുന്നതാണ് പറയുന്നത്. ശരിയാണ്, ഈ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ എന്താണ് പലയിടങ്ങളിലും ഇപ്പോഴും സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. എനിക്കറിയാവുന്നതാണ്. നമ്മളിപ്പോൾ ഏരിയകൾ ഉണ്ടാകുമല്ലോ, കുറച്ചും കൂടെ ഉള്ളിലോട്ട് ഉള്ള ഏരിയകളിൽ ഭയങ്കര കാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഉണ്ടാവില്ല.
അതുമല്ല കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു മഴയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കറണ്ട് പോയി ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. എനിക്കറിയുന്നതാണ്. ഞങ്ങൾ കുഞ്ഞിലെയൊക്കെ അവിടെ ആ ഭാഗങ്ങളിൽ എൻ്റെ ഉമ്മാൻ്റെ വീട് മുണ്ടൂരാണ്, ഈ പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എനിക്കറിയാം അവിടെയുള്ള കാര്യങ്ങൾ. ഞങ്ങളുള്ളപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ചൊക്കെ പുരോഗമനം വന്നിട്ടുണ്ട്, എന്നാലും ഒരുപാടൊന്നും പുരോഗമനം ആ ഒരു ഭാഗത്തൊന്നും വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. അങ്ങനെയാണ് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥ. അതൊന്ന് ആലോചിച്ച് നോക്ക്, വെറും 50 മീറ്റർ ദൂരെയുള്ള പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് എത്തുമല്ലോ എന്നുള്ള രീതിയിൽ നടന്ന് പോകുമായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഒരു വീടിൻ്റെ അടുത്ത് പോലും സുരക്ഷിതത്വം ആളുകൾക്കില്ല. അപ്പോൾ ഇതൊക്കെ ഇവരിൻ്റെ അനാസ്ഥ തന്നെയാണ്, ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ്. അവിടെ ആന ഉണ്ടായിട്ട് പോലും ഒരു ലൈറ്റ് പോലും ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇരുട്ടത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല അത് എന്താണ് ഏതാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഇതൊരു വഴിയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ നടന്നു പോകും. നമ്മൾ മൊബൈലോ അതോ ടോർച്ചോ എന്തെങ്കിലും അത് പിടിച്ചിങ്ങനെ നടന്നു പോകും. പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ആന വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് അലന് സംഭവിച്ചിരിക്കുന്നത്. അമ്മയെ രക്ഷിക്കുന്ന ഇടയിലാണ് പാവം അലന് ഇങ്ങനെയൊരു ദാരുണമായിട്ടുള്ളൊരു അന്ത്യം സംഭവിച്ചത്. പെങ്ങളിനെ കണ്ടിട്ട് വരുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെയൊരു സംഭവം. ഒരുപാട് സങ്കടം തോന്നുന്നത് കേട്ടപ്പോൾ. എന്തായാലും ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അല്ലാതെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.